ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷത്തിൽ കുടുങ്ങാതിരിക്കാൻ പാടുപെടുകയാണ് ജപ്പാൻ. ആ ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയുടെ കത്ത് ഒരു ഉന്നതതല ജാപ്പനീസ് പ്രതിനിധി സംഘം ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങിന് കൈമാറാൻ ഒരുങ്ങുന്നത്. ജാപ്പനീസ് ഭരണകക്ഷിയുടെ സഖ്യ പങ്കാളിയായ കൊമൈറ്റോയുടെ തലവനായ ടെറ്റ്സുവോ സൈറ്റോയുടെ 3 ദിവസത്തെ സന്ദർശന വേളയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്താരാഷ്ട്ര വകുപ്പ് മേധാവി ലിയു ജിയാൻ ചാവോ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ കത്ത് കൈമാറുക. ചൈന സന്ദർശിക്കാൻ കുറച്ച് സമയമെടുത്തേക്കാം എന്നതിനാൽ ഒരു കത്ത് അവിടെ എത്തിക്കണമെന്ന് പ്രധാനമന്ത്രി തന്നോട് പറഞ്ഞതായി സൈറ്റോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ മാസം ആദ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഏർപ്പെടുത്തിയ കടുത്ത തീരുവകളിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി അമേരിക്കയുമായി ഔപചാരിക വ്യാപാര ചർച്ചകൾ നടത്തുമ്പോൾ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുമായും ഏക ഔപചാരിക സുരക്ഷാ സഖ്യകക്ഷിയായ അമേരിക്കയുമായുമുള്ള ബന്ധം സന്തുലിതമായി കൈകാര്യം ചെയ്യാനുള്ള ജപ്പാന്റെ ആഗ്രഹത്തെയാണ് ഈ നടപടി എടുത്തു കാണിക്കുന്നത്. ജപ്പാന്റെ വ്യാപാരത്തിന്റെ ഏകദേശം 20% വരുന്ന ചൈന തങ്ങളുടെ താൽപര്യങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന അമേരിക്കയുമായുള്ള കരാറുകൾ വെട്ടിക്കുറക്കുന്നതിനെതിരെ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താരിഫ് സംബന്ധിച്ച ചർച്ചകളുടെ ഭാഗമായി ചൈനയുമായുള്ള വ്യാപാരം തങ്ങളുടെ സഖ്യകക്ഷികൾ നിയന്ത്രിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ടുമുണ്ട്. ചൈനയുടെ മുന്നറിയിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ജപ്പാന്റെ ഉന്നത സർക്കാർ വക്താവ് യോഷിമാസ ഹയാഷി വിഷയം നേരിട്ട് അഭിസംബോധന ചെയ്തില്ല. പകരം താരിഫ് പ്രശ്നം സർക്കാരിന്റെ മുൻഗണനയായി തുടരുന്നുവെന്നാണ് പറഞ്ഞത്. ടോക്കിയോയിലെ ഫുകുഷിമ നമ്പർ 1 ആണവ നിലയത്തിലെ മലിനജലം സമുദ്രത്തിലേക്ക് തുറന്നുവിട്ടതിന് മറുപടിയായി ജപ്പാനിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിക്ക് ചൈന തുടർച്ചയായി വിലക്ക് ഏർപ്പെടുത്തിയതുൾപ്പെടെ ജപ്പാനുമായി ചൈനയ്ക്ക് നിരവധി ഉഭയകക്ഷി തർക്കങ്ങളുണ്ട്. കയറ്റുമതി പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ 2024 ജപ്പാനും ചൈനയും സമ്മതിച്ചു. എന്നാൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ചൈന ഇതുവരെ ഔദ്യോഗികമായി വ്യാപാരം പുനരാരംഭിച്ചിട്ടില്ല. ചൈനയുടെ പങ്കാളിത്തത്തോടെയുള്ള 2ാം റൗണ്ട് പരീക്ഷണം കഴിഞ്ഞ ആഴ്ച നടക്കുകയുണ്ടായി. സമുദ്രോൽപ്പന്നങ്ങളുടെ പ്രശ്നവും ജപ്പാനിൽ നിന്ന് ചൈനയിലേക്കുള്ള ബീഫ് ഇറക്കുമതിക്ക് പ്രത്യേക നിരോധനവും തന്റെ യോഗങ്ങളിൽ ഉന്നയിക്കപ്പെടുമെന്ന് സൈറ്റോ പറഞ്ഞു. ചർച്ച വിശ്വാസം വളർത്തുന്നതിനെ കുറിച്ചായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിൽ നിന്ന് ചൈനയോട് ജാപ്പനീസ് ജനതയ്ക്കുള്ള ആശങ്കകളെക്കുറിച്ച് ഒരു തുറന്ന ചർച്ച നടത്താൻ താൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ആരംഭിക്കുമ്പോൾ ചൈന ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൂടുതൽ വിശദീകരിക്കാതെ വിവിധ വിഷയങ്ങളിൽ ജപ്പാന്റെ നിലപാട് വിശദീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സൈറ്റോ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. സെമി കണ്ടക്ടറുകളും മറ്റ് ഹൈടെക് ഉപകരണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ കയറ്റുമതി പരിമിതപ്പെടുത്താൻ അമേരിക്ക വർഷങ്ങളായി ജപ്പാനെ സമ്മർദ്ദത്തിലാക്കി വരികയാണ്. ഇഷിബയുടെ കത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഹയാഷി വിസമ്മതിച്ചു. പ്രശ്നങ്ങളും ആശങ്കാജനകമായ കാര്യങ്ങളും പരിഹരിക്കുന്നതിനൊപ്പം സഹകരണത്തിന്റെയും ഏകോപനത്തിന്റെയും മേഖലകൾ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കൂടുതൽ ഊർജ്ജ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എൻവിഡിയ കോർപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ജെൻസൺ ഹുവാങ് ഇഷിബയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റോബോട്ടിക്സിലും വ്യാവസായിക ഉൽപാദനത്തിലും ജപ്പാൻ നേതൃത്വം വഹിക്കുന്നതിനാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിക്കുന്നതിൽ അവർ എങ്ങനെയാണ് മികച്ച സ്ഥാനം വഹിക്കുന്നതെന്ന് ഇരുവരും ചർച്ച ചെയ്തുവെന്ന് കൂടിക്കാഴ്ചയ്ക്കു ശേഷം ഹുവാങ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ ഇന്റലിജൻസ് സൃഷ്ടിക്കുന്നതിന് ഊർജ്ജം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനായി രാജ്യം പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് എന്നും ഹുവാങ് പറഞ്ഞു. എല്ലാ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജം അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഫുകുഷിമ ദുരന്തത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ആണവ റിയാക്ടറുകൾ പുനരാരംഭിക്കുന്നതിലെയും വില കൂടിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിലെയും വെല്ലുവിളികൾക്കെതിരെ വിഭവങ്ങളുടെ കാര്യത്തിൽ ദരിദ്രരായ ജപ്പാൻ ഡാറ്റാ സെന്ററുകളുടെ വൈദ്യുതി ആവശ്യകതകൾ പരിശോധിച്ചു വരികയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ചർച്ച ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അലാസ്കയിൽ $44 ബില്യൺ ദ്രവീകൃത പ്രകൃതിവാതക പദ്ധതിയിൽ നിക്ഷേപിക്കുന്നത് ജപ്പാൻ പരിഗണിക്കുമെന്ന് ഇഷിബ പറഞ്ഞു. ആരോഗ്യ സംരക്ഷണം മുതൽ നിർമ്മാണം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ എല്ലാ വ്യവസായങ്ങളെയും AI പരിവർത്തനം ചെയ്യുമെന്ന് ഹുവാങ് പറഞ്ഞു. എന്നാൽ ആവശ്യമായ ഡാറ്റാ സെന്ററുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും എണ്ണം വർഷങ്ങളായി ഏറ്റവും വേഗതയേറിയ വൈദ്യുതി ആവശ്യകതാ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയും പറയുന്നു. എൻവിഡിയ മേധാവിയുടെ ചൈന സന്ദർശനത്തിനും കമ്പനിയുടെ H2O AI ചിപ്പുകൾ ചൈനയ്ക്ക് വിൽക്കുന്നത് നിരോധിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനും തൊട്ടു പിന്നാലെയാണ് ഹുവാങ്ങിന്റെയും ഇഷിബയുടെയും ഈ കൂടിക്കാഴ്ച. ഈ നീക്കം അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാങ്കേതിക പോരാട്ടത്തിൽ വർധനവ് വരുത്തി. കൂടാതെ മുൻ അമേരിക്കൻ കയറ്റുമതി നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനായി ചൈനീസ് ഉപഭോക്താക്കൾക്കായി വ്യക്തമായി രൂപകൽപ്പന ചെയ്ത എൻവിഡിയ എന്ന ഉൽപ്പന്ന നിരയെയും ലക്ഷ്യം വെച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച അമേരിക്കയിലെ ഏറ്റവും പുതിയ സെമി കണ്ടക്ടർ നിയന്ത്രണങ്ങൾ മൂലം $5.5 ബില്യൺ നഷ്ടം സംഭവിക്കുമെന്ന് എൻവിഡിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലെയും ചൈനയിലെയും സെമി കണ്ടക്ടറുകളുടെ വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ
എൻവിഡിയയോട് അമേരിക്ക ആവശ്യപ്പെട്ടു. കാരണം അത്തരം ചിപ്പുകൾ ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ്സീക്കിന്റെ മികച്ച AI മോഡലുകൾ വികസിപ്പിക്കാൻ സഹായിച്ചിരിക്കാമെന്നാണ് അമേരിക്ക ഭയക്കുന്നത്.